ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. കുറച്ചധികം പരിപാടികളുണ്ട് ഇന്ന്. സോ നമ്മൾ എണീറ്റു, ബ്രഷൊക്കെ ചെയ്തു, മിക്കിക്ക് ഫുഡ് കൊടുത്തു, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ ഇന്ന് മിക്കിയുടെ ഡേ കെയറിൽ മദേഴ്സ് ഡേൻ്റെ സെലിബ്രേഷനാണ്. അപ്പോൾ ഒരു 3 മണിയാകുമ്പോഴേക്കും നമുക്ക് അങ്ങോട്ട് പോകണം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെ ആഷിഫ ഫറാസ് അത് ഇഫ്താറിന് വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് ഇഫ്താറിന് വേണ്ടിയിട്ടും പോകണം. ഇവിടെ ഒരാളെ കണ്ടിട്ടേ. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഓർത്തു നിങ്ങളെയും കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്താന്ന്. മദേഴ്സ് ഡേന് പോകണ്ടേ? ഓക്കെ. അപ്പോൾ ഇഫ്താറിന് പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാർട്ടേഴ്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. അപ്പം ഞാനിന്ന് ചിക്കൻ ലോലിപോപ്പ് എന്നൊക്കെ പറയാം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുകയാണ്. അപ്പം അതും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. സോ പോവാം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും പൊട്ടാറ്റോയും കുറച്ച് ആവശ്യത്തിന് സ്പൈസസ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കുവാണ് കേട്ടോ. വെന്തിട്ടുണ്ട്, ചിക്കനും വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ ലെഗ്സിൽ നിന്ന് ഇപ്പോൾ മീറ്റ് ഞാൻ സെപ്പറേറ്റ് ചെയ്യും. എന്നിട്ട് ഈ പൊട്ടാറ്റോ മാഷ് ചെയ്ത് ആവശ്യത്തിനുള്ള മസാലയും കൂടി ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ചെയ്ത് ചിക്കൻ്റെ സ്റ്റോക്ക് ഞാൻ കളയുന്നില്ല. ഇപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് എന്താ പറയുക ബാസ്മതി റൈസ് ഇല്ലേ, ബസ്മതി റൈസ് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബസ്മതി റൈസ് ഇട്ട് അത് വേവിച്ചെടുക്കാൻ പോവാണ്. കാരണം ചിക്കൻ്റെ കൊളാജൻ മൊത്തം ഈ സ്റ്റോക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് മിക്കിക്ക് കൊടുക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ചിക്കൻ്റെ സ്റ്റോക്കിലേക്ക് ഞാൻ റൈസ് ഇട്ട് കുറച്ച് വേവിച്ച് വെക്കാം. വേവിച്ച ചിക്കനും പൊട്ടാറ്റോയും നമുക്ക് ഇഷ്ടമുള്ളൊരു മസാലയും വെച്ചിട്ട് ഞാനത് മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ ചിക്കനും പൊട്ടാറ്റോയുടെ മിക്സ് നമ്മൾ കുറച്ച് ചീസും കൂടി ഉള്ളിൽ വെച്ചിട്ട് ചിക്കൻ്റെ കാലിൽ ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഞാനിപ്പം ജസ്റ്റ് വാട്ടറിലാണ് മുക്ക് ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ എഗ്ഗിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാനിനി ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ചിക്കൻ ഞാൻ എണ്ണയിൽ വറുത്ത് നോക്കിയിട്ടോ, പക്ഷെ പൊടിഞ്ഞു കൊണ്ട് ഞാനത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്തു. അപ്പോൾ ഇപ്പം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇപ്പം ഞാൻ ഈ 2 മാത്രമേ ആക്കിയുള്ളൂ. ബാക്കി ഞാനെല്ലാം ബോൾസ് ആക്കിയിട്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് സ്റ്റാർട്ടേഴ്സ് ആയിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ 2 മാത്രമേ ഞാൻ കാലിൽ ചെയ്തുള്ളൂ. കാരണം എണ്ണയിലിട്ട് ഞാൻ വറുത്ത് നോക്കിയപ്പം അത് ഒരുപാട് ഓയിൽ കുടിക്കുന്നു, അതുപോലെ പൊട്ടിപ്പോകുന്നു. അപ്പം ഞാൻ ബാക്കിയൊക്കെ ബോൾസ് ആക്കിയിട്ട് എയർ ഫ്രൈ ചെയ്തെടുത്തു. സോ നമ്മൾ 2 പേരും ഒരുങ്ങി കേട്ടോ. ഞാനും മിക്കിയും കുളിച്ചു ഒരുങ്ങി. സോ നമ്മൾ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് മിക്കിയുടെ ഡേ കെയറിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. സോ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പറ്റുവാണെങ്കിൽ മിക്കിയുടെ കുറച്ച് ഷോർട്സൊക്കെ ഞാനിത് ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, കഴിക്കും. നമ്മളപ്പോൾ ഊബർ വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. മിക്കിയുടെ സ്ട്രോളറൊന്നും എടുത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ഈ ചായ വന്ന് വിളിക്കും. എന്തൊരു വെയില് അല്ലേ മിക്കി? Are you excited? ഓക്കെ. നമ്മൾ മിക്കിയുടെ ഡേ കെയറിൽ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം 1/2 hour-ഓളം 1 hour-ഓളം ഇരുന്നോടെ ഈ ചായ നമ്മളെ വിളിക്കാൻ വേണ്ടി ചായ വന്നു. നമ്മളപ്പോൾ വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി, മിക്കിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി, ഈ ചായൻ കുറച്ച് ഡ്രസ്സൊക്കെ മാറി നമ്മൾ നോമ്പ് തുറക്കാൻ അവരുടെ അടുത്തേക്ക് പോവാണ്. ലാസ്റ്റ് ഇയറും നോമ്പിൻ്റെ സമയത്ത് ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി കൂട്ടിയിട്ട് ഇങ്ങനെ നോമ്പ് തുറന്നായിരുന്നു കേട്ടോ. അതിൻ്റെ ഫോട്ടോയാണ് ഇതേ. മിക്കിതിപ്പോൾ എന്താ സംഭവിച്ചത് നോക്കത്തില്? സോ ഇതൊക്കെയായിരുന്നു കേട്ടോ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട്. കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ പഴംപൊരി, നാരങ്ങ വെള്ളം, അവക്കാഡോ ഷേക്ക്, ഡേറ്റ്സ്, പിന്നെ ചിക്കൻ റോൾ. കഴിഞ്ഞ കൊല്ലം നമ്മളുടെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തായിരുന്നു നോമ്പ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ എല്ലാവരും കൂടി കൂട്ടിയിട്ടൊരു നോമ്പത്തോടെ തുറന്നായിരുന്നേ. അന്നും ഈ നോമ്പൊക്കെ പിടിച്ചിട്ട് ഇവർ തന്നെ ആയിരുന്നു നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തത്. നമ്മൾക്ക് എന്തൊരാവശ്യത്തിനും ഓടി ചെല്ലാൻ പറ്റുന്ന 2 പേരാണ് ഫറാസും ആഷിഫയും. UK വന്നിട്ട് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ല കൂട്ടുകാരാണ് ഇവർ. 2022 തൊട്ട് നമുക്ക് ഇവരെ അറിയാം. അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയട്ടെ, നമ്മൾ ഷെഫീൽഡിലായിരുന്ന സമയത്ത് നമ്മൾ 2 പേരും അടുത്തടുത്തുണ്ടായിരുന്നു കേട്ടോ. അവരും ഷെഫീൽഡിലുണ്ടായിരുന്നു, നമ്മളും ഷെഫീൽഡിൽ തന്നെ ആയിരുന്നു. പിന്നെ നമ്മൾ ഡെർബിയിലേക്ക് മൂവ് ആയി കഴിഞ്ഞപ്പം ആഷിക്കും അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ അവരും ഡെർബിയിലേക്ക് മൂവായി. Hello guys. Hi guys. How are you? സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ ദമ്മ് പൊട്ടിച്ചിട്ടോ. നല്ല അടിപൊളി മട്ടൻ ദം ബിരിയാണി ഫറാസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ കുറേ നാളെത്തിയിട്ടാണ് നല്ല മട്ടൻ ബിരിയാണി കഴിക്കുന്നത്. അതും നല്ല ഹോംലി മട്ടൻ ബിരിയാണി. മീറ്റൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു നല്ല ചൂട് കട്ടൻ ചായയും കുടിച്ചിട്ട് നമ്മൾ വിനീതും മീനയൊക്കെ അഭിനയിച്ച ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതും കണ്ടിട്ട് അന്നത്തെ ഡേ അവസാനിപ്പിച്ചിട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.